ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പോളയുടെ റെസിപ്പിയാണ്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കുക എന്നും വേണ്ട, മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, നമുക്ക് ബ്രെഡ് പോലും വേണ്ട. ഇപ്പോൾ എല്ലാവരും എണ്ണയിൽ മുക്കി പൊരിച്ച പലഹാരം കഴിച്ച് മടുത്തിട്ടുണ്ടാകും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പിയാണിത്. നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ഇട്ട് തരിക, ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ ഒരു ക്യാരറ്റ് കൂടെ, മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതാണ്. പിന്നെ അതിന് പച്ചക്കറിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്, അതുകൂടെ ഇട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അധികം നേരം ഒന്നത് വഴറ്റിയൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് നുറുക്കിയതാണിത്, അതുകൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെന്തുടയൊന്നും വേണ്ട. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമുക്കിതിൽ ചിക്കൻ വേവിച്ച് ചേർക്കാറുണ്ട്. അതിൽ ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വേവിച്ചതാണ്, അതുകൊണ്ട് ഇത് ചേർക്കുന്നില്ല. പിന്നെ ഒരു ചെറിയ ആണെങ്കിൽ ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, വലുതാണെങ്കിൽ പകുതി മതി, അതുകൂടെ ചെറുതാക്കി നുറുക്കിയതുകൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയാൽ മതി. ഇത് ചിക്കൻ വേവിച്ചതാണിത്. 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുമൊക്കെ ഇട്ട് വേവിച്ച് ചോപ്പ് ചെയ്തെടുത്താണ്. അതും കൂടെ ഇന്ന് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മുളക് പൊടി ഇട്ടുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾസിൽ മുളക് പൊടി ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില നുറുക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിനുണ്ട് ഉപ്പൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് 2 പോളയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് 1 ആണെങ്കിൽ അതനുസരിച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ്സോളം പാല് ചേർത്തിട്ടുണ്ട്. ഒരു ഏകദേശം 75 മില്ലി ലിറ്ററോളം വരും. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു പാത്രം എടുത്ത് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രമാണ്. അതിലേക്ക് അല്പം നെയ്യോ എണ്ണയോ ചേർത്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടുന്നത് സമോസ ഷീറ്റാണ്. ഇത് എണ്ണം പറയാൻ പറ്റത്തില്ല, പാത്രത്തിൻ്റെ അളവനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അത് ആദ്യമേ ഒരു ഷീറ്റ് നടുക്ക് വെച്ച് കൊടുക്കാനായിട്ട് ആ ബാറ്ററിൽ മുട്ടയുടെയും പാലിൻ്റെയും ബാറ്ററിൽ മുക്കി നമുക്ക് നടുക്കോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ സൈസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ച് കൊടുക്കണം. ഇനി ചെറു സൈസ് മതി, അതുകൊണ്ട് അതനുസരിച്ച് കട്ട് ചെയ്ത് ഇതിൽ മുക്കി നമുക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ എല്ലാം കവറാവുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം എല്ലാം. ഗ്യാപ്പ് വരാത്ത രീതിയിൽ കട്ട് ചെയ്ത് വേണം വെച്ച് കൊടുക്കാനുള്ളത്. നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. സൈഡിലൊക്കെ ചെറിയ പീസ് മതി, അതുകൊണ്ട് കട്ട് ചെയ്ത് വേണം വെച്ച് കൊടുക്കാൻ. ഇത് കറക്റ്റിന് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്, ഗ്യാപ്പില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കി വെച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒത്തിരി ഈവനിങ് സ്നാക്സ്, ലഞ്ച്, ഡിന്നർ എല്ലാ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി അതിൻ്റെ മുകളിൽ അതേപോലെ സമോസ ഷീറ്റ് വെച്ച് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ കവർ ചെയ്ത് എടുക്കണം. ആദ്യം വെച്ച് കണക്ക് ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ചെറിയതായിട്ട് ആദ്യം വലുത് വെച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ പീസാക്കി ഇതേപോലെ വെച്ച് കൊടുത്ത് നമുക്ക് കവർ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പോളയാണിത്. മാവൊന്നും കുഴച്ച് സമയം മെനക്കെടണ്ട. ഇതേപോലെ സൈഡിൽ നിന്ന് പിന്നെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് മുകളിൽ ഗ്യാപ്പെല്ലാം അടയാനായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഈ മുട്ടയുടെ ബാറ്റർ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ തക്കാളി വട്ടത്തിന് അരിഞ്ഞത്, ക്യാപ്സിക്കം കൂടെ അരിഞ്ഞതാണ്, അതുകൂടെ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതില്ലേലും കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇല്ലേലും നല്ല ടേസ്റ്റാണിത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണിത്, അതൊന്ന് ഇട്ടിച്ച് കൊടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് ഡയറക്റ്റ് തീയിൽ വെക്കരുത്. പാനിൻ്റെ മുകളിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് ആകുമ്പോൾ അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഒരു 15 മിനിറ്റോളം ആയപ്പോഴത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട്. തിരിച്ചിട്ട് കണ്ട അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ 2 എണ്ണത്തിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അടുത്തതും റെഡിയായി വന്നിട്ടുണ്ട്. 2 പോള അതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനൊരു പാനിലാണ് മറ്റേ പോള തയ്യാറാക്കിയത്. 2 പോള റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പോള തയ്യാറാക്കാവുന്നതുമാണ്. മാവൊന്നും കുഴച്ച് സമയം കളയണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫില്ലിങ്ങൊക്കെ നല്ല ടേസ്റ്റിയായ ഫില്ലിങ്ങാണ്. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിലും വെച്ച് ഫില്ലിങ് ചിക്കന് പകരം മുട്ട ചേർത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൂടെ തരിക. മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.